ഞാൻ യൂത്ത് ഫെഡറേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നേതൃത്വത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന KV വസന്തകുമാർ, അതുപോലെ തന്നെ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ദേവീന്ദ്രനും എന്നോടൊപ്പം തന്നെ ദീർഘമായ കാലം യൂത്ത് ഫെഡറേഷന്റെ നേതൃത്വ പ്രവർത്തനങ്ങളിൽ സഹപ്രവർത്തകനായിരുന്നയാളാണ്. ഇവിടെ കിസാൻ സഭയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മറ്റു വർഗ പ്രസ്ഥാനങ്ങളുടെയും ഈ ജില്ലയിലെ നേതൃത്വത്തിലുള്ള മിക്കവാറും സാക്കൾ ഈ കാഞ്ഞിരപ്പള്ളിക്കും ചുറ്റുമുള്ള മണ്ഡലങ്ങളിലെ നേതൃതല സാക്കളെല്ലാം ഇവിടെ പങ്കേറുന്നു. കിസാൻ സഭയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സാധാരണ പ്രവർത്തകരുമൊക്കെ സജീവമായി മഴയാണെങ്കിൽ ഇവിടെ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന പല സമ്മേളനങ്ങളിൽ ഒരു സമ്മേളനമാണ് ഇന്നിവിടെ ചേരുന്ന ഈ കർഷക സംഗമം. തീർച്ചയായും കർഷക സംഘവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ വസന്തന് പറയാനുണ്ടാവും, ബിജുവിന് പറയാനുണ്ടാവും, സലാം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കൊക്കെ പറയാനുണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ പുതിയ കാലത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി ലോകത്തിൽ ഒട്ടാകെ നേരിടുന്ന ഒരു വിഭാഗം കൃഷിക്കാരാണ്. അതുകൊണ്ട് തന്നെ കൃഷിയിൽ നിന്ന് മനുഷ്യൻ പിന്നോട്ട് പോവുകയാണ്. ഒരർത്ഥത്തിൽ കർഷകരധികം ഇല്ലാത്ത കൃഷിയാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. കൃഷിക്ക് കുറവൊന്നും വന്നിട്ടില്ല, പക്ഷെ അത് നടത്തുന്നത് ലോകത്ത് പലയിടത്തും കർഷകരല്ല, കോർപ്പറേറ്റാണ്. കൃഷി ചെയ്യാൻ ഇപ്പൊ കർഷക തൊഴിലാളികളൊന്നും ലോകത്ത് വളർന്നു വന്ന സാഹചര്യത്തിൽ അധികം ആവശ്യം. സാങ്കേതിക വിദ്യ കൊണ്ട് തന്നെ സാമാന്യം നന്നായി ലാഭകരമായി കൃഷി ചെയ്യാനുള്ള കഴിവ് ലോകത്തിലെ കോർപ്പറേറ്റ് സമൂഹം ആർജിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും അത്രത്തോളം വന്നിട്ടില്ലെങ്കിലും പഞ്ചാബിലും നമ്മുടെ പടിഞ്ഞാറ് UP-യിലുമല്ല അതിന്റെ എല്ലാം സാധ്യതകൾ ഉപയോഗിക്കാവുന്ന കോർപ്പറേറ്റ് സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കർഷകരെന്ന് പറയുന്ന മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കുന്ന, അതിന്റെ ഒരു സംസ്കാരം ഉത്പാദിപ്പിക്കുന്ന, അതിന്റെ ഭാഗമായിട്ടാണ് ലോകത്തെ സംഗീതവും സാഹിത്യവും ജീവിത ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത് പൊതുവെ ഒരു തകർച്ചയാണ്. അപ്പൊ അത് വല്ലാതെ തകർന്നു പോയാൽ പിന്നെ നമ്മൾ കാണുന്ന ഈ ബന്ധങ്ങളൊന്നും അങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പൊ അത് കൃഷിയുടെ തകർച്ച മാത്രമല്ല, മനുഷ്യരുണ്ടാക്കി വെച്ച എല്ലാ മൂല്യങ്ങളുടെയും തകർച്ചയും. അത് ഈ വികസിത രാജ്യങ്ങളിലെ സാമൂഹ്യ ബോധത്തെ കുറിച്ച് പഠിക്കുന്ന സംഘടനകൾ ഇന്ന് ഗൗരവമായി പഠിക്കുന്ന ഒരു കാര്യമാണ്. അത് ഏറ്റവും നന്നായി പഠിക്കുന്ന എനിക്ക് തോന്നുന്നു ജർമ്മനിയിലെയും ഫ്രാൻസിലെയും എല്ലാം ഗവേഷക സമൂഹം. കാരണം മനുഷ്യന്റെ കൂട്ടായ്മകളെല്ലാം സൃഷ്ടിച്ചത്, ദൈവത്തെ പോലും സൃഷ്ടിച്ചത് കൃഷിയിൽ നിന്ന്. അത് മനുഷ്യന് ആശ്വാസകരമായ ഒരു കാര്യമാണ്. മനുഷ്യൻ സ്വാഭാവികമായി മറ്റ് മൃഗങ്ങളിൽ നിന്ന് അസ്വസ്ഥത കൂടി വരും. അസ്വസ്ഥത മാറ്റാൻ വേണ്ടിയുള്ള കലയും സാഹിത്യവും ബന്ധങ്ങളും രൂപപ്പെടുത്തി വരും. ഇത് രണ്ടും സൃഷ്ടിച്ചത് മനുഷ്യനാണ്. അതുകൊണ്ടാണ് മനുഷ്യനെന്ന് ഈ മൃഗത്തെ വിളിച്ചു. നമ്മളെല്ലാം ഒരർത്ഥത്തിൽ മൃഗങ്ങളാണ്.
മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം നമുക്ക് ഉണ്ടാക്കി തന്നത് കൃഷിയാണ്. കൃഷി ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ ഒരു മൃഗമായിരുന്നു, വേട്ടയാടുന്ന ഒരു മൃഗമായിരുന്നു, പ്രകൃതിയിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്ന ഒരു മൃഗമായിരുന്നു. കുടുംബം ഇല്ലാത്ത കാലത്ത് നമ്മൾ മൃഗമായിരുന്നു. ഒരാൾക്ക് ഒരു ഭാര്യയോ ആ ഭാര്യയിൽ തന്റെ പിറന്ന കുട്ടികളോ അച്ഛനും അമ്മയും എന്ന പ്രത്യേകതയോ മക്കളും അമ്മയും തമ്മിലുള്ള ബന്ധങ്ങളോ ഇതൊന്നും മനുഷ്യന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ല. മനുഷ്യരും മറ്റൊരു മൃഗമായിരുന്നു. വേട്ടയാടി നടക്കുന്ന, പരടത്തായി ജീവിക്കുന്ന, പലരെയും സ്വീകരിക്കുന്ന ഒരു മൃഗമായിരുന്നു. അതിൽ നിന്ന് മനുഷ്യനിലേക്ക് വളർന്നത് കൃഷി കണ്ടെത്തിയതോടുകൂടിയാണ്. അതാണ് കൃഷിയുടെ പ്രത്യേകത. കൃഷി കണ്ടെത്തിയപ്പോഴാണ് മനുഷ്യന് ജലത്തോടൊരു ഇഷ്ടം. അങ്ങനെയാണ് ഈ നദീ തീരങ്ങളിൽ സംസ്കാരം ഉണ്ടായത്. സംസ്കാരം ഇടുക്കിയിലല്ല ഉണ്ടായത്. സംസ്കാരം സഹാറയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അല്ലേ ഉണ്ടായത്. സംസ്കാരം സമതല പ്രദേശത്തൂടെ ഒഴുകുന്ന നദിയുടെ തീരങ്ങളിൽ കൃഷി ചെയ്തപ്പോൾ അവിടെ രൂപപ്പെട്ടതാണ് സംസ്കാരം. അതുകൊണ്ടാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണെങ്കിലും ഈജിപ്ഷ്യൻ സംസ്കാരമാണെങ്കിലും ചൈനീസ് സംസ്കാരമാണെങ്കിലും സിന്ധു നാഗരികതയാണെങ്കിലും ബാബിലോണിയൻ സംസ്കാരമാണെങ്കിലും ഇതെല്ലാം ചെറുതോ വലുതുമായ നദീതീരങ്ങളിലെ സമതല പ്രദേശങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരം. അങ്ങനെയാണ് ഈ സംസ്കാരം എന്ന വാക്കിന്റെ നിർവചനത്തിലേക്ക്, അതിന്റെ മാനവികതയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് ഒറ്റ പ്രവർത്തനത്തോട് ചേർത്ത് മാത്രമേ സംസ്കാരം എന്ന് വാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അഗ്രികൾച്ചർ എന്ന് വിളിക്കുന്നത്. കാരണം കൃഷിയിൽ നിന്നാണ് കൾച്ചർ ഉണ്ടായത്. വിദ്യാഭ്യാസത്തിൽ നിന്ന് കൾച്ചർ ഉണ്ടായില്ല, വ്യവസായത്തിൽ നിന്ന് കൾച്ചർ ഉണ്ടാവുകയില്ല, കച്ചവടത്തിൽ നിന്ന് ചതിയും ലാഭവും അല്ലാതെ ഒരിക്കലും കൾച്ചർ ഉണ്ടാവില്ല. കൾച്ചർ ഉണ്ടാവുന്ന കൃഷിയിൽ നിന്നാണ്. ആ കൃഷിയിൽ നിന്നുണ്ടാവുന്നത് കൊണ്ടാണ്, കൃഷിയിൽ നിന്ന് സംസ്കാരം രൂപപ്പെട്ടത് കൊണ്ട് അതിനെ അഗ്രികൾച്ചർ എന്ന് വിളിച്ചത്. അതായത് അതിൽ നിന്ന് സ്വാഭാവികമായി കൾച്ചർ ഉണ്ടാവും, ഒരു സംസ്കാരം ഉണ്ടാവും, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു ബോധം ഉണ്ടാവും, എനിക്കുള്ളത് വേറൊരാൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രേരണ. അങ്ങനെയാണ് കൾച്ചർ. ആ കൾച്ചർ മനുഷ്യരുണ്ടായപ്പോഴാണ് ഒരിടത്ത് മനുഷ്യൻ താമസിക്കുകയും അവിടെ കൃഷി ചെയ്യുകയും വീണ്ടും കൃഷി ചെയ്യുകയും കൃഷി ചെയ്തത് സൂക്ഷിക്കുകയും സൂക്ഷിക്കാൻ ആളുണ്ടാവുകയും അത് ഒത്തുകൂടിയിരുന്ന് പാചകം ചെയ്യുകയും എന്നിട്ട് പങ്കിട്ട് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ മനുഷ്യൻ വേട്ടയാടി നടന്ന കാലത്തേക്കാൾ പുതിയൊരു തൃപ്തി കണ്ടെത്തി. ആ തൃപ്തി മനുഷ്യനുണ്ടായപ്പോഴാണ് ആ തൃപ്തി വളർത്താനും നിലനിർത്താനും മനുഷ്യൻ കുടുംബം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് കുടുംബം ഉണ്ടാകുന്നത്. കുടുംബം ഉണ്ടാകുന്നത് യൂറോപ്പിലും അമേരിക്കയിലും അല്ല. കുടുംബം ഉണ്ടാകുന്നത് ഈ നദീതീരങ്ങളിലെ കൃഷി തുടങ്ങിയപ്പോൾ കൂട്ടായി ജീവിക്കാൻ തുടങ്ങിയ മനുഷ്യനെ ആ കൂട്ടിന്റെ ഒരു ആസ്വാദ്യത മനുഷ്യനെ അനുഭവിക്കാൻ പറ്റും. അങ്ങനെയാണ് കുടുംബോളിമ്പം ഉള്ളത് എന്ന അർത്ഥത്തിലാണ് കുടുംബം എന്ന വാക്കുണ്ടാകുന്നത്. അതുണ്ടാകും. സത്യത്തിൽ അതിപ്പോഴും ഇന്ത്യക്ക് മനസ്സിലായതുപോലെ, ഏഷ്യക്ക് മനസ്സിലായതുപോലെ അമേരിക്കയ്ക്കും യൂറോപ്പിനും മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവിടെ ഒരാണിന് ഒരു 5-6 പെണ്ണായാലും അവർ സഹിക്കും, ഒരു പെണ്ണിന് ഒരു 8ാമത്തെ ഭർത്താവായാലും അവർ സഹിക്കും. പക്ഷെ ഇന്ത്യ സഹിക്കാല്ല. കാരണം ഒരു കാർഷിക സംസ്കാരം അത് സഹിക്കാല്ല. കാർഷിക സംസ്കാരത്തിന് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പവിത്രത, അത് കുടുംബം ഉള്ളതുപോലെ അല്ലെങ്കിൽ കൃഷിക്കാരന്റെ കുടുംബം ഉള്ളതുപോലെ ആ പവിത്രത വ്യവസായിയുടെ കുടുംബത്തിലുണ്ടാകില്ല, ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിലുണ്ടാകില്ല, അത് കൃഷിക്കാരന്റെ കുടുംബത്തിലേ ഉണ്ടാകും. അതുകൊണ്ടാണ് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇപ്പോഴും ഇന്ത്യയിലെ കുടുംബ ബന്ധങ്ങൾ ഒരു അത്ഭുതമാണ്.
അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് തന്നെ 4 ഭാര്യമാർ. പക്ഷെ ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിക്ക് 4 ഭാര്യമാരുണ്ടെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഹാഭൂരിപക്ഷം കർഷക സംസ്കാരമുള്ളത്. അപ്പൊ ഇത് ലോകത്തിന് സംഭാവന ചെയ്തതാണ് കൃഷിയുടെ ഏറ്റവും വലിയ ഫലം. അല്ലാതെ കൃഷിക്ക് റബ്ബറിന് എത്ര വില കിട്ടും, നെല്ലിന് എത്ര വില കിട്ടും, പച്ചക്കറിയുടെ വിൽപ്പനയ്ക്ക് എന്താണ് പ്രശ്നം, ഇതൊക്കെ അതിന്റെ രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം കൃഷി നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു എന്നതാണ്. ചതിക്കുന്നത് തെറ്റാണെന്ന ബോധം സൃഷ്ടിച്ചു എന്നതാണ്. അതിലൊരു പാപമുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി എന്നതാണ് കൃഷിയുടെ ഏറ്റവും വലിയ ഫലം. അതിന്റെ ഏറ്റവും ശക്തമായി തിരിച്ചറിഞ്ഞ മനുഷ്യൻ ആധുനിക കാലത്ത് മഹാത്മാഗാന്ധിയാണ്. അതുകൊണ്ട് മഹാത്മാഗാന്ധി ഇന്ത്യ ഒന്നുകൂടെ പഠിക്കുന്നു. വർഗീയതയെ ഇന്ത്യയിൽ നേരിട്ട് തോൽപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് ഗാന്ധിയെ പഠിക്കുക എന്ന വഴിയായി. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു പോവുകയല്ല. അപ്പൊ ഇന്ത്യ വ്യത്യസ്തമാണ്. വ്യത്യസ്തമായതിന്റെ കാര്യം വ്യവസായത്തിലൊക്കെ ഇന്ത്യ പിറകിലേ, കച്ചവടത്തിന് പിറകിലേ. പക്ഷെ ഇന്ത്യയുടെ പ്രത്യേകത ഒരു കാർഷിക സംസ്കാരം ഇന്ത്യയെ പോലെ ലോകത്തിന് സംഭാവന ചെയ്ത നന്മകൾ ലോകത്തെ മറ്റൊരു രാജ്യത്തിനും സംഭാവന ചെയ്യാൻ കഴിയുന്നില്ല. അതിന്റെ തകർച്ചയാണ് ഇന്ത്യ ഇപ്പൊ നേരിടുന്ന പ്രശ്നം. അപ്പൊ അതിനെ പ്രതിരോധിക്കുക എന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർഷക സംഘടനയുടെയോ മാത്രം ഉത്തരവാദിത്വമൊന്നുമില്ല. അത് ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ പലതരത്തിൽ സമർപ്പിച്ച മനുഷ്യരാണ്. ഈ ലോകം സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറഞ്ഞ ആ വാക്കും ആ ദർശനം ഉണ്ടായത് കൃഷിയിൽ നിന്ന്. അവരുടെ ഉത്തരവാദിത്വം അത് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഒക്കെയാണ് ഇന്ത്യക്കാരുടെ അഭിമാനകരമായ ഒരു ഉത്തരവാദിത്വം. അപ്പൊ അതിന്റെ കാരണങ്ങൾ പറഞ്ഞു പോകുമ്പോഴാണ് കൃഷിക്കാരന്റെ ജീവിതം നഷ്ടം, എന്തുകൊണ്ട് കൃഷിക്കാരൻ കൃഷിയിൽ നിന്ന് പിന്മാറുന്നു, എന്തുകൊണ്ട് പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നില്ല, എന്താണ് അതിന്റെ പ്രശ്നം, ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് തകരുമ്പോ എല്ലാം തകരും. മനുഷ്യൻ ഏറ്റവും വലിയ ഫലം മനുഷ്യനാവുക എന്നതാണ്. മനുഷ്യനാവുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ വിശക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വയറ് നിറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ഒരു പാപബോധം ഉണ്ടാവും. ഇത് ലോകത്തിലെ എല്ലാ മതങ്ങളും പറഞ്ഞതാണ്. എല്ലാ മതങ്ങളും ഉണ്ടായത് ഏഷ്യയിലാണ്. ഏഷ്യക്ക് പുറത്തുണ്ടായ മതങ്ങളൊന്നും ഇന്ന് ജീവിച്ചിരിക്കില്ല, എല്ലാം മരിച്ചു. ഏഷ്യയിലെ മതങ്ങളാണ് ലോകത്തെല്ലാ മതങ്ങളും. ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഇസ്ലാം ആണെങ്കിലും സരാഷ്ട്രീയാണെങ്കിലും ജൂതരാണെങ്കിലും എല്ലാ ഏഷ്യയിൽ ഉണ്ടായ മതങ്ങളാണ്. ഈ മതങ്ങളെല്ലാം ഉണ്ടായത് കൃഷിയിലാണ്. അപ്പൊ ഞാനതിന്റെ കാര്യത്തിലേക്ക് കടന്നു പോവുകയില്ല, ഒരുപാട് പ്രസംഗിക്കുന്നില്ല. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കുക? ഇതിനെ രക്ഷിച്ചില്ലെങ്കിൽ CPI-യോ CPM-ഓ കോൺഗ്രസോ BJP-യോ മറ്റേതെങ്കിലും പാർട്ടിയോ രാജ്യത്ത് നിലനിൽക്കില്ല. അപ്പൊ ഇതിനെ രക്ഷിച്ചുകൊണ്ടേ നമുക്ക് ജനാധിപത്യപരമായ തർക്കങ്ങളിലൂടെ ഒരു രാജ്യത്തിന്റെ ആത്മാവിനെ നഷ്ടപ്പെടാതെ കാത്തു രക്ഷിക്കാൻ കഴിയും. ഇപ്പൊ കൃഷിക്കാരന്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, കൃഷിക്കാരനെ ചൂഷണം ചെയ്ത് മാർക്സ് പറഞ്ഞതുപോലെ ജന്മിത്വത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്ക് മാറിയത് ഒക്കെ തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. പുതിയ തലമുറ അപകടകരമായ ഒരു തലത്തിലേക്ക് മുതലാളിത്തം എത്തിച്ചത്, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മുതലാളിത്തം എത്തിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളെ കുറിച്ച് പഠിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടാണ്. നിങ്ങളെ കുറിച്ച് പഠിക്കുന്നത് നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയുള്ള അന്വേഷണം മാത്രമാകണമെന്ന് മുതലാളിത്തം പറഞ്ഞു.
ആധുനിക മുതലാളിത്തം മനുഷ്യരോട് ചെയ്ത ഒരു കെണിയാണ്. നമ്മുടെ ചെറുപ്പക്കാർ വീണത് അവിടെയാണ്. ചെറുപ്പക്കാരോട് അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ജോലിക്ക് വരും, അമേരിക്കയിൽ നിങ്ങൾക്ക് വലിയ കൂലി തരാം, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പൗരത്വം തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കെട്ടി ഒഴിഞ്ഞു നിൽക്കുന്ന മദാമ്മയെ തരാം. പുതിയ മദാമ്മയെ തരികയല്ല, ആരെങ്കിലും കെട്ടി ഒഴിഞ്ഞു നിൽക്കുന്ന മദാമ്മയെ തരാം. ഇതിൽ നമ്മുടെ ചെറുപ്പത്തിന്റെ ഒരു പങ്ക് വീണുപോയി. ഇവിടെ മാത്രമല്ല, ലോകത്തൊട്ടാകെ അവരാണ് ആദ്യം കൃഷി മറന്നത്. കൃഷി മറക്കേണ്ടത് മുതലാളിത്തത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യം. അവരവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. അവര് തരുന്ന മരുന്നിന്റെ കണ്ടന്റ് അവർ പറയില്ല, അവര് തരുന്ന ആഹാരത്തിന്റെ കണ്ടന്റും അവർ പറയില്ല. 1977 കാലത്ത് വന്ന ജനതാ ഗവൺമെന്റ് കൊക്കോ കോള നിരോധിക്കാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. അന്നത്തെ മൊറാർജി ദേശായി ഗവൺമെന്റ് കൊക്കോ കോള അമേരിക്കൻ കമ്പനിയാണ്, അവരോട് പറഞ്ഞു, ഇതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നിങ്ങൾ പറയണം, അത് കുടിക്കാൻ കൊള്ളാവുന്നതാണോ മോശമാണോ എന്ന് നിങ്ങൾ പറയണം. അത് അമേരിക്ക പറഞ്ഞില്ല, അവർക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റിയത് ആരോഗ്യത്തിന് ഹാനികരമായി ചിലതിനകത്തുണ്ട്. അങ്ങനെയാണ് ആ ഗവൺമെന്റ് ലോകത്തിലെ നിയമം അനുസരിച്ച് ഒരു ഉൽപ്പന്നത്തിന്റെ കൃത്യമായി ചേർക്കുന്ന അളവ് പറയാതിരുന്നാൽ, എന്താണെന്ന് പറയാതിരുന്നാൽ ഒരു രാജ്യത്തിന് അത് നിരോധിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയാണ് ആ ഗവൺമെന്റിന്റെ കൊക്കോകോള നിരോധിച്ചത്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കുന്നു, എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ട്? നിങ്ങൾ അമേരിക്കൻ ആപ്പിൾ കഴിക്കുന്നുണ്ട്, അതെങ്ങനെ ഉത്പാദിപ്പിക്കുന്നു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങൾ അമേരിക്കയിലെ മരുന്ന് കഴിക്കുന്നുണ്ട്, എങ്ങനെയാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? എന്നാൽ അമേരിക്കയിൽ ഒരു ഇന്ത്യൻ ഉൽപ്പന്നം ഉണ്ടായിരിക്കണമെങ്കിൽ അമേരിക്കക്കാർ ചോദിക്കും, ഇതെങ്ങനെയാണ് ഉത്പാദിപ്പിച്ചത്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർ നിരോധിക്കും. അങ്ങനെയാണ് ഇന്ത്യയിലെ പഴയ ഇവിടെ നിന്ന് കയറ്റി അയച്ച സിൽക്ക് ജാക്കറ്റും പാവാടയും അവരും നിരോധിച്ചത്. അപ്പൊ നമുക്കത് പറ്റും, ലോകത്തിലെ നിയമം അനുസരിച്ച് തന്നെ പറ്റും. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഈ രാജ്യത്തോടും കൃഷിക്കാരനോടും ഈ രാജ്യത്തെ മനുഷ്യന്റെ ആരോഗ്യത്തോടും അഭിമാനത്തോടും ഒരു ആദരവ് വേണം ഭരിക്കുന്നവന്. അത് ഇന്ത്യ ഭരിക്കുന്നവർക്ക് ഈ ബിജെപി കാലത്ത് മാത്രമല്ല ഇല്ലാതായിരുന്നു. മൻമോഹൻ സിംഗിന്റെ കാലത്ത് കോൺഗ്രസ് ആണ് ഇതാദ്യം ഇല്ലാതാക്കിയത്. ഇത് സാധാരണ കോൺഗ്രസ്സുകാരന് അറിയാത്തൊരു കാര്യമാണ്, അറിയാൻ ശ്രമിക്കാത്തൊരു കാര്യമാണ്. ഇത് അറിഞ്ഞു തുടങ്ങിയാൽ പുതിയൊരു രാഷ്ട്രീയം ഉണ്ടാവും. ആ രാഷ്ട്രീയമാണ് ദേശാഭിമാന രാഷ്ട്രീയം, പൗരബോധമുള്ള രാഷ്ട്രീയം. അത് കർഷകരിൽ നിന്നേ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പത്തെ ചരിത്രം പഠിക്കരുത് എന്ന് ലോകം തീരുമാനിക്കുന്നത്. നിങ്ങൾ സാമൂഹ്യ ശാസ്ത്രം പഠിക്കരുത് എന്ന് പറയുന്നത്, നിങ്ങൾ സാഹിത്യം പഠിക്കരുത് എന്ന് പറയുന്നത്, അവർ പറയുന്നത് നിങ്ങളെല്ലാം ഡോക്ടറാണ്, നിങ്ങളെല്ലാം എഞ്ചിനീയർമാരാണ്, നിങ്ങളെല്ലാം നഴ്സുമാരാണ്, നിങ്ങളെല്ലാം ഏതെങ്കിലും സാങ്കേതിക വിദ്യയുടെ ഏതെങ്കിലും പടലോ പേരോ അറിയുന്നവരായി മാറും. എന്നിട്ട് ഇവിടെയോ ലോകത്തോ പോയി ഏതെങ്കിലും മുതലാളിയുടെ കൂലിവേലക്കാരനാകും. നിങ്ങൾ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ അഭിമാനമുള്ള പൗരന്മാരായി മാറാൻ പാടില്ല. ആധുനിക വിദ്യാഭ്യാസം അങ്ങനെയാണ് നിങ്ങൾ. അപ്പൊ ഇതിനെയൊക്കെ ചെറുക്കാൻ കഴിയുന്ന ആരാണ്? അവിടെയാണ് മഹാത്മാഗാന്ധി പ്രസക്തമാകുന്നത്. മഹാത്മാഗാന്ധി പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവ ശക്തി ഇന്ത്യൻ കർഷകരാണ്. കമ്മ്യൂണിസ്റ്റുകാരും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള പ്രധാന തർക്കം അതായിരുന്നു. വളർന്നു വന്ന യൂറോപ്പിന്റെ വ്യവസായ സമൂഹത്തെ നോക്കിയാണ് മാർക്സ് പറഞ്ഞത്, തൊഴിലാളിയായിരിക്കും ലോകത്തെ നയിക്കുന്നത്. ഇന്ത്യയിൽ
ഒരിക്കലും കർഷകരെ മറികടന്ന് തൊഴിലാളി ഉണ്ടാവില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ അധ്വാന ശക്തി കർഷകരും കർഷക തൊഴിലാളിയുമാണ്. അത് കഴിഞ്ഞാൽ കർഷകന്റെ ഉൽപ്പന്നമായി ചേർന്ന് നിൽക്കുന്ന പരമ്പരാഗത മേഖലയിലെ തൊഴിലാളിയാണ്. അതുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ഉണരണം. ഇന്ത്യയിലെ കർഷകർ. ആ മഹാത്മാഗാന്ധി പറഞ്ഞത് ശരിയാണെന്ന് ഈ കാലത്ത് തെളിയിക്കേണ്ടി വന്നു. നരേന്ദ്രമോദി തോറ്റുപോയ ഒറ്റ സമരമേ ഇന്ത്യയിലുള്ളൂ. അത് മൊത്തം കർഷകരൊന്നും നടത്തിയല്ല. പടിഞ്ഞാറ് യൂറോപ്പിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും രാജസ്ഥാൻ വടക്കൻ രാജസ്ഥാനിലെയും കർഷകർ ഒരുമിച്ച് നടത്തിയ സമരത്തിന്റെ മുമ്പിലാണ് ആരുടെ മുമ്പിലും തോൽക്കാത്ത നരേന്ദ്രമോദി തോറ്റു തുന്നം പാടി ആ ബില്ലുകൾ പിൻവലിച്ചു പോയി. അപ്പൊ അവർക്കൊരു ശക്തിയുണ്ട്. ഇന്ത്യയിലെ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം 9-ാം തീയതി പണിമുടക്കുണ്ടായിരുന്നു. ലേബർ കോഡ് ബില്ലുകളൊക്കെ പിൻവലിക്കും. അവര് പിൻവലിക്കല്ല. കാരണം ഇന്ത്യൻ തൊഴിലാളി ഭിന്നിച്ചു നിൽക്കുകയാണെന്നും അവരൊരിക്കലും ഒന്നിക്കല്ലെന്നും പണിമുടക്ക് ഇന്ത്യയിൽ മൊത്തം നടത്തിയാലും മൊത്തം നടക്കുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമാണെന്നും ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ കർഷകർ ഇറങ്ങിയാൽ അങ്ങനെയല്ല. അവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ശക്തി. അപ്പൊ ഈ ശക്തിയെ ദുർബലപ്പെടുത്തുക എന്നതാണ് മുതലാളിത്ത തത്വം. അതുകൊണ്ട് ചെറുപ്പക്കാർ സാമൂഹ്യ ശാസ്ത്രം പഠിക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നോക്കി ക്വിസൊക്കെ നടന്നപ്പോൾ ഈ കഴിഞ്ഞതിന് ഇലക്ഷൻ കാലത്ത് മധ്യപ്രദേശിലെ ഒരു കോളേജിലെ കുറച്ച് കുട്ടികളോട് അവിടുത്തെ ജേർണലിസ്റ്റുകളൊക്കെ കൂടെ കുറച്ച് ചോദ്യം ചോദിച്ചു. അത് ഒരു ചോദ്യം, മഹാത്മാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണ്? PGക്ക് പഠിക്കുന്നവരും ഗവേഷണത്തിന് പഠിക്കുന്നതുമായ 67% കുട്ടികൾ പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ ചെറുമോനാണ് രാഹുൽ ഗാന്ധി. ആ ബോധത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും ലോകത്തിന്റെ മുമ്പിൽ ശരിയായ തരത്തിൽ ഐക്യത്തോടെ നമ്മളെ നിർത്തി നമ്മുടെ ദേശാഭിമാനത്തെ പ്രതിരോധിക്കാൻ പറ്റിയത്. കാരണം ഈ അറിവ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ 2 അറിവുണ്ട്. ശരിയായ അറിവ്, തെറ്റായ അറിവ്. ഈ ശരിയായ അറിവ് എല്ലാ കാലത്തും അന്വേഷിച്ചത് മണ്ണിന്റെയും മണ്ണിൽ നിന്ന് ജീവിതം കെട്ടിപ്പടുത്ത മനുഷ്യന്റെയും ഉള്ളിലുണ്ടായ സാമൂഹ്യ ശാസ്ത്രബോധമാണ്. അവർ പല കാലത്തും നിരക്ഷരായി. പക്ഷെ അവർ സാമൂഹ്യ ശാസ്ത്രബോധത്തിന്റെ ഒരു പ്രാഥമിക ഘട്ടം അനുഭവങ്ങളിലൂടെ കടന്നവരായിരുന്നു. ഇപ്പൊ തന്നെ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ വിഷയം എന്താണ്? കർഷകർ ഒരുപാടുണ്ടായിരുന്നെങ്കിൽ അത് ചർച്ച ചെയ്തേനെ. ഏറ്റവും വലിയ വിഷയം ഇപ്പോഴത്തെ മാറുന്ന കാലാവസ്ഥയിൽ നിങ്ങളെല്ലാം പറയുന്ന മഴയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മഴയുണ്ടാകുന്നത്? ഇവിടെ പഠിച്ച ഒരുപാട് സമൂഹമല്ലേ, ഭരണകൂടമുണ്ട്, ഗവേഷകരുണ്ട്, നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകരുണ്ട്, നമ്മുടെ പൊതുസമൂഹമുണ്ട്. എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഓരോ 10 മിനിറ്റ് ഇടവിട്ട് മഴയാണ്. എന്നാൽ അരമണിക്കൂർ നിരന്തരമായി നിൽക്കുന്ന മഴയില്ലതാണ്. എന്താ സംഭവിക്കുന്നത്? ഇത് ചർച്ച ചെയ്യണമെങ്കിൽ ഈ വെള്ളവും മണ്ണും വെയിലും ചെടിയും തമ്മിലുള്ള ബന്ധം മനസ്സിൽ കുറിച്ചിടുന്ന മനുഷ്യരുണ്ടാവും. അതാണ് ഇല്ലാതായത്. അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യില്ല. നമ്മൾ രാവിലെ എണീച്ചാൽ ചർച്ച ചെയ്യുന്നത് പാലോട് രവി ഇന്നലെ ഒന്ന് പറഞ്ഞു, അത് ചർച്ച ചെയ്യും. പാലോടും പൊൻകുന്നവും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒറ്റ പ്രശ്നം മഴയാണ്. അത് ഈ മണ്ണിലേൽപ്പിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ആഘാതം. ഒരു 10-40 വർഷം മുമ്പ് ഇങ്ങനെ മഴ പെയ്താൽ ഗവൺമെന്റ് ഒന്നും ചർച്ച ചെയ്യേണ്ട, നാട്ടിൻ പുറത്തെ മനുഷ്യർ കൂടി ചായക്കടയിലും പൊതുനിരത്തിലും അന്തിച്ചന്തയിലും കുളിക്കടവിലും ചർച്ച ചെയ്യും. എന്താണ് ഇങ്ങനെ മഴ പെയ്യുന്നത്? ഇത് കാലം തുലാവർഷമൊന്നും അല്ല. ഇതാണ് കൃത്യമായി കാലാവസ്ഥാ വ്യതിയാനം.
അതായത് ഈ മേഘമൊക്കെ നിൽക്കുന്നത് പണ്ടത്തെ പോലെ ഒരുപാട് ഉയരെയല്ല, തൊട്ട് മുകളിലാണ്. അതുകൊണ്ട് മാനം എപ്പോഴും ഏതാണ്ട് മേഘം കൊണ്ട് കറുത്തു തന്നെ കിടക്കും. എന്നാൽ അത് ഒരുപാട് വെള്ളം ശേഖരിച്ച മേഘമല്ല, തൊട്ട് മുകളിലായതുകൊണ്ട് അത് പെട്ടെന്ന് പെയ്യും. പൊൻകുന്നത്ത് പെയ്യുമ്പോൾ ചിലപ്പോൾ മണിവരെ പെയ്യണമെന്നില്ല. പെയ്ത് തീർന്നാൽ 10 മിനിറ്റ് കഴിയുമ്പം വീണ്ടും മാനം ഒന്ന് വെളുത്തതായി തോന്നും. 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കറുക്കും. അസാധാരണമായി മാറുകയാണ്. ഇത് ചർച്ച ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു കർഷക സംസ്കാരം. കൃഷി ചെയ്യുന്നത് ഒരു പഴം കഴിക്കുന്നവർക്കും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നവർക്കും കർഷക സംസ്കാരമൊന്നും വേണ്ട. കഴിക്കാനുള്ള ഒരു സംസ്കാരം മതി. അല്ലെ എല്ലാവർക്കും ഉണ്ട്, ചിലർക്ക് കഴിക്കാൻ തന്നെ അർത്ഥമാണ്. പക്ഷെ കൃഷി സംസ്കാരം ഉണ്ടെങ്കിൽ ചുറ്റുപാടുമുള്ളതിനെ കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. മാനത്ത് ചില മേഘങ്ങൾ കണ്ടാൽ ഈ ആദിവാസികളായ ആളുകൾക്കാണ് ഇനി മഴ ഉണ്ടോ ഇല്ലയോ. ഈ 2007 ഭയങ്കര മഴയുള്ള കാലത്ത് ഞാനത് കൃഷിമന്ത്രിയാണ്. ഞാൻ വയനാട് ഒരു പരിപാടി, ഒരു കർഷക സംഗമത്തിൽ കൽപ്പറ്റയിലായിരുന്നു ആ പരിപാടി. അപ്പൊ ആള് നാളെ ആളാണ്. അപ്പൊ എന്നോട് അന്നത്തെ LPC പിന്നെ ചീഫ് സെക്രട്ടറിയായ ജയകുമാറുണ്ട്. അപ്പൊ ഭയങ്കര മഴ കാരണം ആ പരിപാടിക്ക് വന്നവരൊക്കെ തന്നെ പരിപാടിക്ക് ആള് നിറയെ ആളാണ്. ഞങ്ങളൊക്കെ അവരോട് പ്രസംഗിച്ചു. അപ്പൊ ഈ മഴയുടെ കാര്യമാണ് എല്ലാവരും പ്രസംഗിച്ചു. ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ഒരു ആദിവാസിയായ ഒരു മുണ്ട് മാത്രം കൊടുത്ത ശരീരത്തിന്റെ അരയ്ക്ക് മുകളിൽ നഗ്നയായിട്ടുള്ള ഒരാളെ പറഞ്ഞു, സാറേ ഇനി മഴ പെയ്യല്ല. ഞാൻ പറഞ്ഞ അത് ആ കാണുന്ന മേഘം വന്ധ്യമേഘമാണ്. ആ കാണുന്ന മേഘം വന്നാൽ പിന്നെ മഴ പെയ്യല്ല. അപ്പൊ ഞാൻ ജയകുമാറിനെ വിളിച്ചു പറഞ്ഞു, ജയകുമാർ ഇങ്ങനെ പറയുന്നു. ജയകുമാർ പറഞ്ഞു അവർക്കൊക്കെ നല്ല വിവരമുള്ളവർ, കാലാവസ്ഥയെ കുറിച്ച് അവർക്ക് മാനം നോക്കി മണ്ണ് നോക്കിയൊക്കെ പറയാൻ കഴിയുന്നവരാണ്. അപ്പൊ ഞാൻ അവിടുത്തെ ജില്ലാ കൃഷി ഓഫീസറോട് പറഞ്ഞു, ഞാൻ പോയി തിരുവനന്തപുരത്തോട്ട് പോകും, 2 ദിവസം കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം, ഇനി മഴ പെയ്തോ പെയ്തില്ലേ എന്ന് എന്നോട് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് അവര് വിളിച്ചു. എന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ വയനാട് മഴ പെയ്തില്ല. അപ്പൊ ഈ അറിവാണ് കർഷകനെ, ആ അറിവുള്ളവരാണ് കർഷകൻ, അല്ലാതെ ശാസ്ത്രജ്ഞനല്ല കർഷകൻ. അല്ലെങ്കിൽ ഏതെങ്കിലും AC മുറിയിൽ ഇരുന്ന് കൃഷി വകുപ്പിന്റെ പ്രോജക്ട് തയ്യാറാക്കുന്നതല്ല കർഷകൻ. ഈ അറിവുള്ളവനാണ് കർഷകൻ. ആ അറിവ് പാടില്ല എന്നാണ് മുതലാളിത്ത തീരുമാനിച്ചത്. അങ്ങനെ അറിവ് മോഹിക്കുന്ന ഒരു തലമുറ വളരാൻ പാടില്ല എന്നാണ് തീരുമാനിച്ചത്. അവർക്കാണ് കയ്യിൽ ഒരു ബൈക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയുമെന്ന് അറിയത്തില്ല, നിങ്ങളുടെ അമ്മയ്ക്ക് ക്യാൻസർ രോഗം വന്ന് മരുന്ന് മേടിക്കാൻ ഒരു ലോൺ കിട്ടണമെങ്കിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് തരാൻ വളരെ പ്രയാസം. പക്ഷേ നിങ്ങളുടെ കുട്ടിക്ക് ഒരു ബൈക്ക് മേടിക്കണമെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ ഏത് ബാങ്കും ലോൺ തരും. കാരണം ബൈക്ക് ഉണ്ടാക്കുന്ന കമ്പനിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ കാർ ഉണ്ടാക്കുന്ന കമ്പനിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ വീടുണ്ടാക്കുന്ന സിമന്റ് കമ്പനിയൊക്കെ വിൽക്കുന്ന കമ്പനിക്ക് വേണ്ടിയാണ് ഈ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ അമ്മയുടെ ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കല്ല, നമ്മുടെ മണ്ണിൽ എന്തെങ്കിലും കൃഷി ചെയ്യാനല്ല, നമ്മുടെ ഏതെങ്കിലും കൊച്ചാവശ്യങ്ങൾ നിർവഹിക്കാനല്ല. അതുകൊണ്ടാണ് ഈ ഇന്ത്യൻ കൃഷി ശാസ്ത്രത്തിന്റെ ഒരു പിതാവെന്ന് പറയാവുന്ന കുട്ടനാടുകാരൻ MS സ്വാമിനാഥൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയതാണ്. ഒരുപാട് കൃഷി ശാസ്ത്രജ്ഞന്മാർക്ക് പത്മശ്രീ കിട്ടിയതാണ്. പക്ഷെ അദ്ദേഹം തന്നെ പറയുമായിരുന്നു, യഥാർത്ഥ പത്മശ്രീ കിട്ടേണ്ടത് ഒരു തെറ്റും ചെയ്യാതെ എല്ലാ ബാങ്കുകാരെയും വെട്ടിപ്പിനുൾപ്പെടെ പലിശ കൃത്യമായി കൊടുത്ത് സ്വന്തം അധ്വാനത്തിന്റെ പങ്ക് നൽകുന്ന, മക്കളെ സത്യസന്ധരായി വളർത്തുന്ന, ആരെയും പറ്റിക്കാതെ ജീവിക്കുന്ന
ഇന്ത്യയിലെ ദരിദ്രനായ ഒരു സാധാരണ കർഷകന് പത്മശ്രീ കൊടുക്കുമ്പോഴാണ് ഈ രാജ്യം കർഷകരുടെ രാജ്യമാകുന്നത്. അപ്പോഴേ ഈ രാജ്യം കർഷകന്റെ രാജ്യമാവും. പക്ഷെ അവന് കൊടുക്കുകയില്ല. പത്മശ്രീ കൊടുക്കേണ്ടത് കുട്ടനാട് ഈ വെള്ളത്തിൽ നിന്ന് വെയിൽ കൊണ്ട് നിറം കറുത്ത് ആശ്വാസത്തിന് വേണ്ടി പാട്ടുപാടി ഒരു സംഗീതം പോലും ഉത്പാദിപ്പിക്കുന്ന, എവിടെന്നോ വന്നവിടെ പണിയെടുത്ത് നാടിന് ആഹാരം കൊടുക്കുന്ന മനുഷ്യരിൽ ഒരാൾക്ക് പത്മശ്രീ കിട്ടണം. അങ്ങനെയാണ് അതിന്റെ അഴക് സംരക്ഷിക്കാൻ. അങ്ങനെ ഇന്ത്യ കാർഷിക രാജ്യമാകും. നമ്മളെല്ലാം മുതലാളിത്ത യൂറോപ്യൻ സ്വാധീനത്തിന് അകപ്പെട്ടു പോയവരാണ്. ആ അകപ്പെട്ടു പോയ നമുക്ക് നമ്മുടെ സംസ്കാരത്തെ കാലാവസ്ഥയുമായിട്ടോ സ്നേഹവുമായിട്ടോ ത്യാഗവുമായിട്ടോ ഒക്കെ ബന്ധിപ്പിക്കാൻ പ്രയാസം. അതുകൊണ്ട് നമ്മൾ ചതിക്കാൻ എളുപ്പമാണ്. ഒരു മനുഷ്യരെ ചതിക്കാൻ കഴിയണമെങ്കിൽ ഭിന്നിപ്പിക്കണം. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ചതിയാണ് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ. അതായത് പാവപ്പെട്ട മനുഷ്യരെ പല ജാതിയാക്കി ഭിന്നിപ്പിച്ചു നിർത്തിയാൽ പിന്നെ അവർ ഒരുമിക്കുകയില്ല. അവർ ഒരുമിക്കാതിരുന്നാൽ അവരെ മണ്ടയിൽ ഏത് ക്രൂരമായ ഭാരവും കയറ്റി വയ്ക്കും. ഇന്ത്യൻ മുതലാളിത്തം ലോക മുതലാളിത്തവുമായി ചേർന്ന് എല്ലാ ഭാരവും കയറ്റി വെച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ദരിദ്ര കർഷകന്റെ നെഞ്ചിന് പുറത്താണ്. അതിനെ ഇറക്കി വിടുന്നതാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യവും ഇന്ത്യയിൽ പറഞ്ഞത് മഹാത്മാഗാന്ധി. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ കർഷകന്റെ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യം രാജാവിന് ഭരണം കൊടുക്കലല്ല, പ്രഭുവിന് ഭരണം കൊടുക്കലല്ല, മതനേതാവിന് ഭരണം കൊടുക്കലല്ല, പണക്കാരായ വലിയവരുടെ ഇടയിൽ നിന്ന് വന്ന രാഷ്ട്രീയ നേതാവിന്റെ കയ്യിൽ ഭരണം കൊടുക്കലുമല്ല. ഭരണം ഇന്ത്യയിലെ ദരിദ്ര കർഷകന്റെ കയ്യിൽ എത്തുമ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പക്ഷെ ആ ദരിദ്ര കർഷകനെ ജാതി വിഭാഗങ്ങളായി തിരിച്ച് ഭിന്നിപ്പിച്ച് നിർത്താനുള്ള തന്ത്രം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആവിഷ്കരിച്ച് ഓരോരുത്തരുടെയും ബോധത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ ബോധത്തെ രാഷ്ട്രീയമായി നിലനിർത്താൻ ഉയർത്തുന്നതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മുഖ്യ ജോലി. അവിടെയാണ് BJP ജയിച്ചിരിക്കുന്നത്. BJP ജയിച്ചത് എല്ലാവരും BJP ആവുന്നതല്ല. എല്ലാവരുടെ മനസ്സിലും BJP ഒരു മതബോധം ഉണ്ടാക്കി. എല്ലാവരുടെ മനസ്സിലും BJP ഒരു ജാതിബോധം ഉണ്ടാക്കി. ഇന്ത്യൻ ജനതയുടെ രാഷ്ട്രീയ ബോധം 20ാം നൂറ്റാണ്ടിന്റെ ആദ്യം ഉണ്ടായതിൽ നിന്ന് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യമെത്തിയപ്പോൾ എല്ലാ പഠനങ്ങളനുസരിച്ച് തകർന്നു പോയി. ആ തകർന്നു പോയിടത്താണ് നരേന്ദ്രമോദി ജയിക്കുന്നത്. അത് തിരിച്ചു കൊണ്ടുവരാനാണ് ഇന്ത്യയിലെ കർഷകർ ഒന്നിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കണക്കിന് മഴ നിൽക്കുന്നെന്ന് വെച്ചു. ഇങ്ങനെയാണ് മഴ. എല്ലാ ദിവസവും മഴ പെയ്യുന്നു. 12 മാസവും മഴ പെയ്യുന്നു. ഇപ്പൊ കഴിഞ്ഞ വേനൽക്കാലം ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ. മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും മഴയുണ്ട്. 12 മാസവും മഴ പെയ്താൽ കേരളത്തിൽ റബ്ബർ കൃഷി. കാഞ്ഞിരപ്പള്ളിയെല്ലാം റബ്ബറിന്റെ ഒരു കേന്ദ്രമല്ലേ. 12 മാസവും മഴ പെയ്യുന്ന ഒരു നാട്ടിൽ ആര് ശ്രമിച്ചാലും റബ്ബർ കൃഷി നിൽക്കില്ല. ഇനി അപ്പൊ വേറെന്ത് കൃഷിയാണ് വേണ്ടത്? 12 മാസവും മഴ പെയ്യുന്ന കാലത്ത് മറ്റു പല കൃഷികളും ലാഭകരമായി നടത്താം. പക്ഷെ അതിന് ആസൂത്രണ ബോധമാണ്. ആസൂത്രണ ബോധം എന്ന് പറയുന്നത് ഒരു കർഷക വിഭാഗത്തിന് മാത്രം ഉണ്ടാവേണ്ടതല്ല, ഒരു സമൂഹത്തിന് ആകെ ഉണ്ടാവേണ്ടതാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവേണ്ടതാണ്, എല്ലാ മതപ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവേണ്ടതാണ്, എല്ലാ ജാതിയോ സംസ്കാരമോ മറ്റു കാര്യങ്ങളോ പറയുന്ന പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവേണ്ടതാണ്. അപ്പൊ എന്താണ് ഈ കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ കൃഷിയുടെ കലണ്ടർ മാറുന്നെങ്കിൽ അതെങ്ങനെയാണ്? ഏത് വിധമാണ്? ലോകത്തിന് ആവശ്യം നമ്മളെ കൊണ്ട് എന്താണ്? നമ്മുടെ മനുഷ്യരല്ല ഇപ്പൊ ലോകത്ത് പറയുന്ന വെച്ചാൽ ഈ അമേരിക്കയിലും ഫ്രാൻസിലും ജർമ്മനിയിലും ജപ്പാനിലും ഒക്കെ പ്രായമായവർ കൂടുന്നത് കൊണ്ട് ഇവിടെ എത്ര നഴ്സ് ഉണ്ടെങ്കിലും ജോലി കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ പോയി അവിടത്തെ
പ്രായമായവരെ ചികിത്സിക്കലാണ് മലയാളിയുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ എല്ലാ കാലത്തെയും ജോലി. ഇവിടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കലാണ്. ഇവിടെ ഒരു ജീവിതം കെട്ടിപ്പടുത്താൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ ലോകത്തിന് കൊടുക്കണം. പക്ഷെ നമ്മൾ ഇവിടെ നിൽക്കണം. നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും കൂടി നോക്കണം, നമ്മുടെ മണ്ണിനെ നോക്കണം, നമ്മുടെ അയൽവക്കക്കാരനെ നോക്കണം. നമുക്ക് മനോഹരമായി ലോകത്ത് ഇവിടെ തന്നെ ഒരു സ്വർഗം സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ തന്നെ ഒരു സ്വർഗം സൃഷ്ടിക്കണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിനൊരു ആസൂത്രണം വേണം, അതിന് ബോധപൂർവമായി പരിശ്രമം വേണം. ഇപ്പൊ കുടുംബം ഉണ്ടാക്കിയത് കൃഷിയാണ്. ആണിനും പെണ്ണിനും ഒത്തുചേരാനും 1-2 കൊച്ചുങ്ങളാവാനും അച്ഛനും അമ്മയും ആകാനും അങ്ങനെ ഒരു 10-12 പേര് കൂടുന്ന ഒരു കൂട്ടായ്മയാകാനും അതൊരു വീടാകാനും വീടിൽ ഒരു ആസ്വാദ്യകരമായ അത്താഴം ഉണ്ടാവാനും അധ്വാനം ഉണ്ടാവാനും അത് പങ്കുവയ്ക്കാനും വർഷത്തിൽ കുറച്ച് ദിവസം ഉത്സവത്തിന് ചിലവഴിക്കാനും അത്യാവശ്യം നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന കുറച്ച് സന്ദർഭങ്ങൾ ഓരോ വർഷവും ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് മനുഷ്യന് ജീവിക്കാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും ഉത്സവം. ക്രിസ്തുമസ് ഒരു ആഘോഷമാണ്, ഓണം ഒരു ആഘോഷമാണ്, പെരുന്നാൾ ഒരു ആഘോഷമാണ്. ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം പാകിസ്ഥാനിൽ ഒറ്റ ആഘോഷമേ ഉള്ളൂ, അത് പെരുന്നാളൊക്കെ. കേരളത്തിൽ അതല്ല. നാട്ടിലെടുത്താൽ ക്രിസ്തുമസ് ആഘോഷമാണ്, ഓണം ആഘോഷമാണ്, പെരുന്നാൾ ആഘോഷമാണ്, വിഷു ആഘോഷമാണ്. ഇത്രയും ആഘോഷങ്ങൾ ലോകത്തുള്ള ഒറ്റ രാജ്യവും അത് ഇന്ത്യയാണ്. അതാണ് നമ്മുടെ മതേതരത്വത്തിന്റെ മഹത്തായ സൗന്ദര്യം. പക്ഷെ ഇത് ആസ്വാദ്യകരമായി കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു ആസൂത്രണം ഉണ്ടാകണം. മതേതരത്വപൂർണമായ ജനാധിപത്യപരമായ കൃഷിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ആസൂത്രണം ഉണ്ടാകും. അതിന്റെ ചരിത്രം പഠിക്കണം, അതിന്റെ നന്മകൾ ഉൾക്കൊള്ളണം. ഞാൻ ഒരുപാട് പറഞ്ഞു വരും, കൃഷിക്കാരന് ഒരൊറ്റ കാര്യം മതിയെന്നാണ് എന്റെ വിശ്വാസം. വേറൊന്നും വേണ്ട. കൃഷിക്കാരൻ തന്നെ സ്വാഭാവികമായി ഉത്പാദനത്തിന് വന്നോളും. അതായത് കൃഷിക്കാരന് വേണ്ടത് ഓരോ കൃഷിക്കാരനും മാർക്കറ്റുമായി ഒരു ആക്സസ് ഉണ്ട്. ഇന്ത്യയിലെ കൃഷിക്കാരൻ ഇല്ലാത്തതാണ്. അമേരിക്കയിൽ ഉണ്ടാകുന്നതിൽ പുതിയ കണക്കനുസരിച്ച് 97% ഉൽപ്പന്നങ്ങൾ സെക്കൻഡ് ഉൽപ്പന്നമായിട്ടാണ് വിൽക്കുന്നത്. അതായത് നമ്മൾ നെല്ലായിട്ടാണ് വിൽക്കുന്നത്, റബ്ബർ ഷീറ്റായിട്ടാണ് വിൽക്കുന്നത്. ഇത് അമേരിക്ക ചെയ്യല. അമേരിക്ക ചെയ്യലെന്ന് വെച്ചാൽ അവിടുത്തെ കർഷകർ ചെയ്യല. അവർ രണ്ടാം ഉൽപ്പന്നമായിട്ടെങ്കിലുമേ വിൽക്കൂ. രണ്ടാം ഉൽപ്പന്നം എന്ന് പറയുന്നത് ഒന്നാം ഉൽപ്പന്നത്തിന്റെ ഇരട്ടി വിലയിൽ കിട്ടി. ഒന്നാം ഉൽപ്പന്നത്തിന്റെ വിലയും ആ ഉൽപ്പന്നത്തിന്റെ വിലയും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ വില നമുക്ക് കിട്ടുന്നത് ആ ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ വിലയും തമ്മിൽ ഒരു ബന്ധവുമില്ല. കേരളത്തിലെ കൃഷി തകർന്നതിനും ഇന്ത്യയിലെ കൃഷി തകർന്നതിനും കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നതിനും ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ ഇന്ത്യയിൽ ഉണ്ടായ എല്ലാ കരാറുകളും, ആസിയൻ കരാറാണെങ്കിലും യൂറോപ്യൻ കരാറാണെങ്കിലും വേൾഡ് കരാറാണെങ്കിലും എല്ലാ കരാറിലൂടെയും ഈ പ്രാഥമിക ഉൽപ്പന്നം വിൽക്കുന്ന കർഷകനാണ് അതിന്റെ ഭാരം ഏറ്റുവാങ്ങേണ്ടത്. ജപ്പാനിലാണെങ്കിൽ പ്രാഥമിക ഉൽപ്പന്നമായിട്ട് ആരും ഒന്നും വിൽക്കുന്നില്ല. ആരെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ ആ വിൽക്കുന്നവന് അതിന്റെ എത്രയോ ഇരട്ടിയാണ്. സബ്സിഡി എന്നല്ല അവിടെ പറയുന്നത്, ഹെൽപ്പ് എന്നാണ്. ഇത് ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഇന്ത്യൻ മുതലാളിത്തവും ലോക മുതലാളിത്തവും ഇന്ത്യൻ കർഷകരുടെ മുമ്പിൽ ഒരു ബന്ധവുമില്ല. സത്യത്തിൽ ഏറ്റവും വലിയ അയിത്തം അവിടെയാണ്. പണ്ട് ബ്രാഹ്മണർ ദളിതരെ കാണുകയല്ല, ഒരു 200 അടി 500 അടി മാറിയേ നിൽക്കൂ. ഇപ്പൊ ഇന്ത്യൻ മുതലാളിത്തം, ലോക മുതലാളിത്തം ഇന്ത്യൻ കർഷകരെ കാണുകയല്ല. അത് 500 അടിയൊന്നും മാറിയല്ല, ഒരു ഭൂഖണ്ഡം മാറിയാണ് നിൽക്കുന്നത്. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഒരു ഗവൺമെന്റിൽ അത്ര വലിയ സമ്മർദ്ദം വരണം. പാലക്കാട് ഉണ്ടാകുന്ന പാലക്കാട് മട്ട, അതിന് ഇപ്പൊ തർക്കം എന്താന്ന് വെച്ചാൽ അതിന് 28 രൂപ വേണോ, 30 രൂപ വേണോ, 32 രൂപ വേണോ, കേരള ഗവൺമെന്റ് കൊടുക്കുന്ന 5 രൂപ 50 പൈസയാണോ, അതോ 8 രൂപ 50 പൈസ കൊടുക്കണോ? ഇതാണ് തർക്കം. സത്യത്തിൽ അതിന്റെ വില എത്രയാണ്?
അതിന്റെ പ്രാഥമിക വില അതൊരു ആവറേജ് ഹോട്ടൽ കൊടുക്കുന്ന ചോറാണ് അതിന്റെ സെക്കൻഡ് ഉൽപ്പന്നം. അത് 1 കിലോ നെല്ലിൽ നിന്ന് അല്ലെങ്കിൽ 1.5 കിലോ നെല്ലിൽ നിന്ന് 1 കിലോ അരി കിട്ടുന്നെങ്കിൽ ചോറാക്കി കൊടുക്കുമ്പോൾ തന്നെ അതൊരു 100 രൂപയായി. ആ ചോറ് കഴിഞ്ഞാൽ ഏത് ഉൽപ്പന്നത്തിനും 4 ഉൽപ്പന്നം. ഏത് ഉൽപ്പന്നമാണെങ്കിലും പുല്ലിന് ഉൽപ്പന്നം 4 ഉൽപ്പന്നം. പുല്ലിന്റെ സെക്കൻഡ് ഉൽപ്പന്നമാണ് പുല്ല് മാത്രം കഴിക്കുന്ന പശുവിന്റെ പാൽ. അമേരിക്കയിൽ പുല്ല് മാത്രം കഴിക്കുന്ന പശുവിന്റെ പാലിന് സാധാരണ പാലിനേക്കാൾ 4 ഇരട്ടി വിലയാണ്. അതായത് ഒരു സാധാരണ ലിറ്റർ പാലിന് അവിടെ $1 ആണെങ്കിൽ പുല്ല് മാത്രം കഴിച്ച് ജീവിച്ച് ആ പശുവിന്റെ പാലിന് $4. അമേരിക്കയുടെ ഒരു പ്രത്യേകത, ഈ വിൽക്കുന്നതിന്റെ 50% പൈസ കർഷകന് കിട്ടുമെന്ന്. അതുകൊണ്ട് പുല്ല് മാത്രം കൊടുത്ത് പശുവിനെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പശുവിനെ ആരും വളർത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് ആക്സസ് ഇല്ല. മാർക്കറ്റ് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആകെ ചെയ്യുന്ന എന്താ, ഒരു പശുവിനെ വളർത്തിയാൽ നമ്മൾ ആകെ ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടി ചായക്കടയിലാണ് കൊടുക്കുന്നതെങ്കിൽ ഉള്ള പാലിൽ വെള്ളം ചേർത്ത് എന്നിട്ട് നമുക്കിത് അറിയാം. നമ്മുടെ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണക്ക് പഠിച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളവും ചേർത്താൽ പാലിന് എത്ര ലാഭം കിട്ടും. അപ്പൊ കൊച്ചിന്റെ മനസ്സിൽ കിടക്കുന്ന വെള്ളം ചേർക്കണമെന്നാണ്. അല്ല, ഈ വെള്ളം ചേർക്കുന്നതിൽ ആരും തെറ്റു പറയല്ല. ഈ എനിക്കറിയാവുന്ന ക്രിസോസ്റ്റം തിരുവേനി എന്തൊക്കെ പറഞ്ഞു ആ വീട്ടിൽ പോയിരുന്നു. തിരുവേനിയുടെ വീട്ടിൽ സ്ഥിരം പാല് കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് ചാക്കൊന്നും കണ്ടി പാല് കൊണ്ട് കൊടുക്കും. അപ്പൊ ഈ പമ്പയുടെ ഇക്കരെയാണ് തിരുവേനി എന്നുള്ളതുകൊണ്ട് പുള്ളി പമ്പയുടെ അക്കരെ നിന്നാണ് വരുന്നത്. അപ്പൊ വരുമ്പോ പുള്ളി തിരുവേനിയുടെ വീട്ടിലാണെങ്കിലും 2-3 വീട്ടിൽ കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം പമ്പയിൽ നിന്ന് ചേർക്കും. അപ്പൊ തിരുവേനിക്കാണ് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. തിരുവേനി ഒരു ദിവസം ചാക്കോട് പറഞ്ഞു, ചാക്കോ, നീ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വെള്ളം ചേർക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് തരുന്നത് പാലായിട്ട് തന്നാൽ മതി. വില ഇപ്പൊ തരുന്നത് പോലെ തന്നെ തരും. വെള്ളം എനിക്ക് ആവശ്യത്തിന് ഞാൻ ചേർത്തോളാം. ആ ജോലി നീ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. അപ്പൊ ഇതുപോലെ നമുക്കറിയാവുന്ന ചില തെറ്റുകളാണ്. ചില തെറ്റുകൾ നമ്മൾ പഠിപ്പിക്കണം. സത്യത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് ശരികളാണ്. കർഷകന് മാർക്കറ്റുമായി ഒരു ബന്ധം ഉണ്ടാക്കണം. 3ാമത്തെ ഉൽപ്പന്നം ഏതാ? പാലിന്റെ 3ാമത്തെ ഉൽപ്പന്നം വെണ്ണയോ നെയ്യോ ആണ്. അതിനേക്കാൾ വിലയുണ്ട്. 4ാമത്തെ ഉൽപ്പന്നം, ഏത് ഉൽപ്പന്നത്തിന്റെയും 4ാമത്തെ ഉൽപ്പന്നം മരുന്നാണ്. അതാണ് ഏറ്റവും വില കൂടിയ ഉൽപ്പന്നം. നമ്മൾ ഈ കേരളത്തിൽ ചക്കക്കുരു മുഴുവൻ അവസാനം ബീഹാറിൽ പോയി കൽക്കട്ട വഴി സ്പെയിനിലേക്ക് കയറ്റിയിരിക്കുകയാണ്. കാരണം ലോകത്തിൽ ഇന്നും ഉദരരോഗത്തിനുണ്ടാക്കുന്ന, സ്പെയിൻ ഉണ്ടാക്കുന്ന, സ്വീഡൻ ഉണ്ടാക്കുന്ന ഏറ്റവും കൂടിയ എല്ലാ മരുന്നിന്റെയും അസംസ്കൃത വസ്തു ഈ ചക്കക്കുരുവിലെ വെള്ള ചക്കക്കുരുവിന് പുറത്തിരിക്കുന്ന അതിന്റെ പാട മാറ്റുമ്പോഴുള്ള തവിട്ട് നിറമുള്ള ആ ഒരു ചെറിയ ഇതുണ്ട്, അതാണ്. അപ്പൊ ഈ 4ാമത്തെ ഉൽപ്പന്നം, ഒരു ഉൽപ്പന്നത്തിന് ഒരു ചക്കക്കുരുവിന് അര പൈസ ആണെങ്കിൽ ആ 4ാമത്തെ ഉൽപ്പന്നമാകുമ്പോൾ ഒരു ചക്കക്കുരുവിൽ നിന്നുണ്ടാക്കുന്ന മരുന്നിന് ഒരു 10 രൂപ കിട്ടും. അത് യഥാർത്ഥ ചക്കക്കുരുവിന്റെ 100 ഇരട്ടിയോ 500 ഇരട്ടിയോ വരെയുള്ളതായിരിക്കും. ഇതൊരിക്കലും കിട്ടുകയില്ല. ഇത് ഇന്ത്യയിൽ ഒറ്റയിടത്തെ പ്രായോഗികമായിട്ടുള്ളൂ. ആ പ്രായോഗികമാക്കിയത് ഒരു മലയാളിയാണ്. ആ മലയാളിയാണ് ബി കുര്യൻ, ആനന്ദ് കുര്യൻ എന്ന് പറയുന്ന കുര്യൻ. അദ്ദേഹം കൃഷിശാസ്ത്രജ്ഞനൊന്നും ആയിരുന്നില്ല, അദ്ദേഹം എഞ്ചിനീയറായി. പക്ഷെ അദ്ദേഹം അവിടെ ചെന്ന് സർദാർ പട്ടേലിന്, വല്ലഭായ് പട്ടേലിന്റെ അനിയായി അദ്ദേഹത്തെ കണ്ടെത്തി. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടണം, അതുകൊണ്ട് അങ്ങ് നിങ്ങളെ സഹായിക്കണം. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കുന്നതാണ് ആനന്ദ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത ഒറ്റ കാര്യം ഇതാണ്. ബോംബെ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ
വാണിജ്യ വ്യവസായ കേന്ദ്രത്തിൽ അദ്ദേഹം ഒരു സർവേ നടത്തി. ഈ പാലായിട്ട് വിറ്റോ, നെയ്യായിട്ട് വിറ്റോ, വെണ്ണയായിട്ട് വിറ്റോ എന്ന് കർഷകന് രക്ഷപ്പെടുത്താൻ പറ്റുകയെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ആ ബോംബെയിൽ നടത്തിയ സർവേയിൽ ബോംബെയിൽ ഒരു ദിവസം ഇടത്തരക്കാർ അവരുടെ കുട്ടികൾ എത്ര ഐസ്ക്രീം തിന്നുന്നുണ്ടെന്ന് തീരുമാനിച്ചു. ആ സർവേയിൽ അത് ലക്ഷക്കണക്കിന് ഐസ്ക്രീമാണ്. അദ്ദേഹം അതിലൊരു 10% ഗുജറാത്തിലെ ആനന്ദ് ഉണ്ടാക്കി കൊടുത്താൽ കർഷകർക്ക് എത്ര ഗുണം കിട്ടുമെന്ന് ആലോചിച്ചു. ഒരു ഇടത്തരം ഐസ്ക്രീമിന്റെ വിലയും അദ്ദേഹം അന്വേഷിച്ചു. അപ്പൊ അത് സാമാന്യം ഒരു പാലിൽ നിന്ന് ആ പാല് കൊണ്ടുണ്ടാക്കുന്ന ഐസ്ക്രീമിന് അതിന്റെ 50 ഇരട്ടി വില കിട്ടും. അദ്ദേഹം മാർക്കറ്റ് ഒന്ന് പിടിക്കുകയാണ്. അപ്പൊ അതിന് ആണ് ഈ അതിന്റെ പേരെന്താണ്, മാർക്കറ്റ് എങ്ങനെയാണ്, അതിന്റെ എക്സസ് എങ്ങനെയാണ്, ആരൊക്കെയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്? അപ്പൊ നിലനിൽക്കുന്ന മിക്കവാറും വിദേശ ഐസ്ക്രീം കമ്പനിയാണ്. അവിടെയാണ് അദ്ദേഹം ഇടപെടുന്നത്. ഇന്ന് ബോംബെയിൽ വിൽക്കപ്പെടുന്ന ഐസ്ക്രീമിന്റെ 17% ഈ ആനന്ദ് ഐസ്ക്രീം. ഒറ്റ കാര്യം അദ്ദേഹം തീരുമാനിച്ചു, ഏത് ഉൽപ്പന്നത്തിന്റെയും എത്ര വിലയാണെങ്കിലും ആ വിലയുടെ പകുതിക്ക് അവകാശം ഈ ആനന്ദിലെ കർഷകരാണ്. അതുകൊണ്ടാണ് ആനന്ദിലെ കർഷകർ ഇന്ത്യയിൽ ഏറ്റവും തൃപ്തരായ കർഷകരെ. അല്ലാതെ അവിടുത്തെ എരുമ വലുതായതുകൊണ്ടോ, പശു വലുതായതുകൊണ്ടോ, പുല്ല് വലുതായതുകൊണ്ടോ ഒന്നും അല്ല. ലാൽ ബഹദൂർ ശാസ്ത്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുള്ളതുമായി ഞാൻ അതൊന്നും പറഞ്ഞു പോയില്ല. അപ്പൊ ആക്സസ് ആണ് വേണ്ടത്. ഇപ്പൊ വാഴൂരിലെ കർഷകർക്ക്, കോട്ടയം ജില്ലയിലെ കർഷകർക്ക്, റബ്ബർ കർഷകർക്കാണെങ്കിൽ നമുക്ക് നിവർത്തികളുണ്ട്. റബ്ബർ ഷീറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. റബ്ബറിന്റെ വില നിശ്ചയിക്കുന്ന MRO അല്ലെങ്കിൽ അപ്പോളയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയോ ഒക്കെ റബ്ബറിന്റെ വില നിശ്ചയിക്കും. ആ വിലയുടെ ഒരു പങ്കിന് അവകാശി റബ്ബർ ഉണ്ടാക്കുന്ന കർഷകനല്ല. അല്ലെങ്കിൽ അരിയിൽ നിന്നുണ്ടാക്കുന്ന പല ഉൽപ്പന്നങ്ങളിൽ ഒന്നിന്റെയും വിലയുടെ അവകാശി ഈ പാടത്ത് ചെടിയിൽ നിന്ന് വെയിൽ കൊണ്ട് അത് ഉത്പാദിപ്പിക്കുന്ന കർഷകനല്ല. ആക്സസ് വേണം. ആക്സസ് വേണമെങ്കിൽ ഒരു മാതൃ നിയമം ഇന്ത്യയിൽ ഉണ്ടാകും. ഏത് ഉൽപ്പന്നത്തിന്റെയും ഇപ്പൊ കേരളത്തിൽ ഉണ്ടാക്കിയ ഈ കർഷക ക്ഷേമ നിയമത്തിൽ അതുണ്ട്. കാരണം അങ്ങനെ പൈസ കണ്ടെത്തണം. അതായത് ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് പ്രത്യേക ടാക്സ് അത് പിരിക്കാൻ. ഇപ്പൊ നമുക്കല്ലാതെ ഈ GST വന്നതിന് ശേഷം പ്രത്യേക ടാക്സ് അല്ലാതെ, സെസ് അല്ലാതെ നമുക്ക് പിരിക്കാൻ പറ്റില്ല. അത് അതിൽ പറയുന്നുണ്ട്. അങ്ങനെ സെസ് പിരിക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിൽ കർഷകർ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നത്തിൽ നിന്നും അതിന്റെ മാർക്കറ്റ് ഉൽപ്പന്നത്തിന്റെ വിലയുടെ ഒരു പങ്ക് സെസ്സായി പിരിക്കാൻ തീരുമാനിച്ചാൽ ആ നിയമത്തിൽ പറയുന്ന ഒരു കർഷകൻ 60 വയസ്സ് കഴിയുമ്പോൾ 5000 രൂപ പെൻഷൻ കൊടുക്കുന്നതൊന്നും അസാധ്യമല്ല. 5000 രൂപ മാത്രമല്ല, മറ്റൊരുപാട് അവർക്ക് രോഗത്തിന് ചികിത്സാ സഹായം കൊടുക്കാം, പലതും കൊടുക്കാം. കാരണം കേരളത്തിൽ കമ്പോളത്തിൽ പണമുണ്ട്. കേരളത്തിൽ പണമില്ലാത്തത് ധനകാര്യ പ്രതിസന്ധിയാണ്. ഖജനാവിലാണ് പണമില്ലാത്തത്. കയ്യിലല്ല പണമില്ലാത്തത്. മനുഷ്യന്റെ കയ്യിൽ പണമുണ്ട്, പക്ഷേ ഗവൺമെന്റ് ഖജനാവിൽ പണമില്ല. ഇതൊരു പ്രതിസന്ധിയാണ്. ആ പണമില്ലായ്മയുടെ എല്ലാ ദുരിതവും അനുഭവിക്കുന്ന കർഷകനാണ്. അതുകൊണ്ടാണ് കർഷക ക്ഷേമം അതുപോലെ നടപ്പാക്കാൻ പറ്റുന്നില്ല. അതായത് സമ്മർദ്ദം. ഇതിന് സംസ്ഥാനത്ത് മാത്രം നിയമം ഉണ്ടായ പോലെ മാതൃ നിയമം ഉണ്ടാകും. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെങ്കിൽ ആ കാർഷിക രാജ്യത്തിന്റെ ഖജനാവിന്റെ ഒരു പങ്ക് ആ ഖജനാവ് നിറയ്ക്കാനുള്ള പ്രാഥമിക ഉൽപ്പന്നം അധ്വാനത്തിലൂടെ കണ്ടെത്തുന്ന കർഷകരുള്ളതാണ്. അപ്പൊ അത് കണ്ടെത്തണം. അത് കണ്ടെത്തിയില്ലെങ്കിൽ എല്ലാം തകർന്നു. നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, ഒരു വ്യവസായിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 5000 രൂപ നിങ്ങൾക്ക് പിരിവ് തരും. വലിയ VIP ഒക്കെ ആണെങ്കിൽ ഒരു ചായ വേണമെന്ന് ചോദിക്കും. സാധാരണ മനുഷ്യനാണെങ്കിൽ വെള്ളം പോലും വേണമെന്ന് ചോദിക്കത്തില്ല. അതൊരു സംസ്കാരമാണ്. വെള്ളം വേണമെന്ന് ആദ്യം ചോദിക്കുന്നത് കയ്യിൽ കാശില്ലെങ്കിലും ഒരു കർഷകന്റെ വീട്ടിലാണ്. കാരണം അവന്റെ മുമ്പിൽ ഒരു മനുഷ്യന്റെ ആദ്യത്തെ പരിഹരിക്കേണ്ട കാര്യം വിശപ്പാണ്, ദാഹമാണ്. അവന് ബാക്കിയൊന്നും ലാഭമല്ല. അവനെല്ലാം കൊടുക്കണം. അതുകൊണ്ടാണ് അവന്റെ വീട്ടിൽ നിന്ന്
ഇന്ന് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് പോയാൽ എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും ബന്ധം പിരിയല്ല. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഈ കർഷകന്റെ അവസ്ഥ, കാർഷിക സംസ്കാരം ഇല്ലാതായത് കാരണം കേരളത്തിലെ നിയമസഭാ കണക്കനുസരിച്ച് തന്നെ കേരളത്തിൽ കുടുംബ കോടതികളിൽ ബന്ധം പിരിയുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 62,786 ഇത് മൊത്തം കല്യാണത്തിന്റെ ഏതാണ്ട് 1/3. ചിലർ കല്യാണം കഴിക്കുന്നത് തന്നെ ബന്ധം പിരിയാനുള്ള കേസ് കൊടുക്കാനാണ്. കാരണം കഴിച്ചാലേ കൊടുക്കാൻ പറ്റും.